കാരണം ഈ മുകേഷ് അംബാനിനെ നമ്മൾ ഇന്ന് ഇത്രയും ഭയങ്കരമായിട്ട് പറയുമ്പോൾ ഐ ബിൻ ട്രാക്കിംഗ് ഹിം ഫ്രം ലോങ് ബാക്ക്. കാരണം ധീരുഭായ് അംബാനി ഉള്ള സമയത്ത് അന്ന് അനിൽ അംബാനി മുകേഷ് അംബാനി ഏറ്റവും ടോപ്പിൽ വന്ന സമയത്ത് അന്നത്തെ ഏറ്റവും ഫ്ലേവർ വാസ് അനിൽ അംബാനി. മുകേഷ് അംബാനിനെ ആർക്കും അറിഞ്ഞൂടാ. മുകേഷ് അംബാനി വാസ് വർക്കിംഗ് ഇൻ ജാംനഗർ ഫാക്ടറി. ജാംനഗറിൽ അവിടെ തന്നെ നിന്നാണ് പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് തന്നെ പുള്ളി ഈ വാസ് എ എക്സിക്യൂഷനിസ്റ്റ്. വേറെ അനിൽ അംബാനി വാസ് flying. Anil Ambani was all over the media. Anil Ambani was in the midst of politicians. You take anyone for that matter. എല്ലാ അനിൽ അംബാനിയുടെ കയ്യിലായിരുന്നു. റിലയൻസ് ക്യാപിറ്റൽ, റിലയൻസ് പവർ, റിലയൻസ് ഇൻഫ്ര എന്ന് പറയുന്ന എല്ലാ ഹോട്ട് പ്രോജക്ട്സ് എല്ലാം അനിൽ അംബാനിയുടെ കയ്യിലായിരുന്നു. മുകേഷ് അംബാനി ആ സമയത്ത് ആരും അറിയാണ്ട് അവിടെ ജാംനഗറിൽ പുള്ളി അവിടെ ഒരു ഫാക്ടറി സെറ്റ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഹി വാസ് നെവർ ഇൻ ന്യൂസ്. ഞാൻ പറഞ്ഞു 2004 തൊട്ട് 2010 വരെയുള്ള കാലയളവാണ് പറഞ്ഞത്. അതിനുശേഷം യു നോ വാട്ട് ഇസ് ദ സ്റ്റോറി ഓഫ് അനിൽ അംബാനി. പണ്ട് എപ്പോഴും ധീരുഭായ് അംബാനിയുടെ കൂടെ നടക്കുന്ന സമയത്തും ഞാൻ അനിൽ അംബാനി തെറ്റാന്നല്ല പറയണത്. അനിൽ അംബാനിയുടെ സ്റ്റൈൽ ഓഫ് ഫംഗ്ഷനിങ് വാസ് ഡിഫറെൻറ്റ്. മുകേഷ് അംബാനി സ്റ്റൈൽ ഓഫ് ഫംഗ്ഷൻ ഡിഫറെൻറ്റ്, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇന്ന് ഈ 3 പിള്ളേരിലേക്ക് മാറുമ്പോഴും അവർക്കും അവർ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് ടൈം ഓൺലി വിൽ ടെൽ. വി കാൺട്ട് ബി ജഡ്ജ്മെൻ്റൽ ഓൺ ഇറ്റ്.